രാഹുൽ ഗാന്ധി വോട്ടർ പട്ടിക വിവാദം ഉയർത്തി. പക്ഷേ മൂപ്പരെ പിന്താങ്ങാൻ ആരെയും കണ്ടില്ല. അതായത് ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിയൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് കാര്യമായിട്ട് ആരും പിന്തുണയ്ക്കാനൊന്നും എത്തിയതായിട്ട് കുറച്ച് കോൺഗ്രസ്സുകാർ അവിടെ ഇവിടെയൊക്കെ കിടന്ന് പറയുന്നത് വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. ആ ക്രമക്കേട് എന്താണ്, അതിൽ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതൊക്കെ ഇപ്പോൾ പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരാൾ ഇതിനെ പിന്തുണച്ചുകൊണ്ടെത്തി. കോൺഗ്രസ്സുകാരനല്ല, VS സുനിൽകുമാർ. മൂപ്പര് ഇതിനെ പിന്തുണച്ചെത്തി. മൂപ്പര് പറഞ്ഞു എൻ്റെ തോൽവി ഇത്തരത്തിലുണ്ടായതാണ് എന്നുള്ള വിവാദപരമായിട്ടുള്ള അട്ടിമറിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്തെങ്കിലും വാസ്തവം ഉണ്ടോ ആ കാര്യത്തിൽ? വോട്ടർ പട്ടികയിൽ അട്ടിമറി അത് നടത്തിയാണ് BJP അധികാരത്തിൽ കയറിയതെന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി ആറ്റം ബോംബ് നമുക്ക് നനഞ്ഞ ആറ്റം ബോംബെന്ന് പറയുമ്പോൾ ആറ്റം ബോംബ് നനഞ്ഞ് അങ്ങനെ എന്തായാലും നാണം കെട്ടിരിക്കുന്ന അപ്പൊ അതിനെ ഇപ്പൊ കേരളത്തിൽ ഏറ്റുപിടിച്ചിരിക്കുന്നത് സുനിൽകുമാറാണ്. സുനിൽകുമാർ പറയുന്നത് കേരളത്തിൽ അതായത് CPM-ന്റെ ഭാഗത്ത്, അതായത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് തൃശ്ശൂരിൽ മത്സരിച്ച CPI-യുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് പരാജയപ്പെട്ട തോറ്റ MP ആയിട്ടുള്ള സുനിൽകുമാർ പറയുന്നത് എന്താണ്, താൻ അവിടെ ജയിക്കേണ്ടതിരുന്നതാണ്. അവിടെ സുരേഷ് ഗോപി ജയിക്കാനായിട്ടുള്ള യാതൊരു സാധ്യതയും ഇല്ലായിരുന്നു, എന്നിട്ടും സുരേഷ് ഗോപി ജയിച്ചു. അതെന്തുകൊണ്ടാണ്? അവിടെ അട്ടിമറി നടന്നിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അപ്പം നമുക്ക് ആ വാദം ശരി എന്നാണ് എൻ്റെ പക്ഷം. അട്ടിമറി നടന്നിട്ടുണ്ട്, അതിന് എൻ്റെ തെളിവുകളുണ്ട് കയ്യിൽ. അത് മറ്റേ രാഹുൽ ഗാന്ധി പറയുന്ന പോലത്തെ രേഖകളല്ല, വ്യക്തമായ തെളിവുകൾ. അട്ടിമറി നടത്തി തന്നെയാണ് സുരേഷ് ഗോപി വന്നത്. നമുക്ക് അതിന്റെ തെളിവുകളെ പറ്റി സംസാരിക്കാം. അതിനു മുന്നേ ഇദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അതായത് വോട്ടർ പട്ടികയുടെ ക്രമക്കേട് എന്നൊക്കെ പറയുന്ന വലിയ ഞെട്ടുന്ന ഒരു സംഗതിയായിട്ട് രാഹുൽ ഗാന്ധിക്ക് തോന്നും. കാരണം അദ്ദേഹം 6 മാസം ഇരുന്ന് പഠിച്ചതാണ്. പക്ഷെ ഇത് കേരളത്തിലുള്ളവർക്ക് വലിയ ഞെട്ടലൊന്നും ഉണ്ടാക്കൂല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിലുള്ള കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒന്നും ഇതിനെ ഏറ്റുപിടിക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ തങ്ങൾക്കും കൂടെ പിടി വീഴുമോ, ഇതായിരുന്നു ആറ്റം ബോംബ്, അവൻ്റെ ആറ്റം ബോംബ് ഇതായിരുന്നോ എന്നുള്ള രീതിയിലായിരുന്നു. ഇത് പൊങ്ങാനും പൊട്ടിയ നമുക്കും ഇവിടെ പിടി വീഴും എന്നുള്ള ഒരു പേടിയുള്ളത് കൊണ്ട് ഇടതുപക്ഷക്കാരൊന്നും ഇതിനെ അനുകൂലിച്ച് സംസാരിച്ച് നമ്മൾ കണ്ണൂരൊക്കെ കണ്ടിട്ടുള്ളതാണല്ലോ. അവിടെ ഈ കള്ള വോട്ടിങ് എല്ലാ ഇലക്ഷനിലും അതുകൊണ്ട് അത് അവർക്ക് അതിന്റെ ഈ പുതിയ നൂതന തലത്തിലൊക്കെ അവരന്വേഷിച്ച് കള്ളവോട്ടിന്റെ പുതിയ ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലേക്ക് പോകാറുണ്ട്. അപ്പൊ എന്തായാലും CPI കാരനായിട്ടുള്ളത് തൃശ്ശൂരിൽ തോറ്റമ്പിയ, നമ്മുടെ തോറ്റമ്പി, അദ്ദേഹം വിഷമിച്ചുകൊണ്ട് രംഗത്ത് വന്ന് ഇതിനെ പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് അന്ന് സംശയം ഉണ്ടായിരുന്നു, അതാണ് ഇപ്പൊ കണ്ട എന്ന് പറഞ്ഞ് വന്ന് ഇപ്പൊ എങ്ങനെ ഇരിക്കണേ എന്ന് ചോദിച്ച് വന്ന് ഒരു തരത്തില് ഇവിടെ സുരേഷ് ഗോപി ജയിക്കൂല, സുനിലേട്ടനാണ് എന്നാണ് വിചാരിച്ചിരുന്നിടത്തുനിന്നാണ് സുനിലേട്ടൻ തോറ്റത്. മുരളീധരന് എനിക്ക് തോന്നുന്നു 2nd സ്ഥാനമായിരുന്നതാണ് തോന്നുന്നത്. അദ്ദേഹം 3ാം സ്ഥാനത്തായിരുന്നേ. എന്നിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പിച്ചും പേയും ഒക്കെ പറഞ്ഞ് നടക്കുകയാണ് ഇദ്ദേഹം. ഇപ്പം ഒരു മാനസികാവസ്ഥയാണ്. അത് ഇതിപ്പോഴും വിട്ടില്ല. നീ ഇതിപ്പോഴും വിട്ടില്ലേ ഇന്ന് വിടാൻ പറ്റില്ല. കാരണം കാലങ്ങളായിട്ട് അദ്ദേഹത്തിന് ഇതുള്ള മണ്ഡലമായിരുന്നല്ലോ, മണ്ഡലമാണ്. അത് മാത്രം കാര്യമില്ല, അവിടെ ജനങ്ങൾക്ക് വിശ്വാസം കൂടെ വേണ്ടേ. പക്ഷെ അട്ടിമറിയിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. അതായത് പ്രതീക്ഷിക്കാത്തൊരു അടിയായിപ്പോയി ഇദ്ദേഹത്തിന്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മാനസിക നില ചിലപ്പോൾ തെറ്റാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം എനിക്ക് അപ്പോഴേ തോന്നി സുരേഷ് ഗോപി, അദ്ദേഹം പറഞ്ഞു, എനിക്ക് അപ്പോഴേ തോന്നി സുരേഷ് ഗോപി അല്ലാണ്ട് ഇവിടെ ഒന്നും ജയിക്കൂല. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോഴാണ് ഈ കാര്യം മനസ്സിലായത്. അപ്പം സുനിലേട്ടൻ്റെ പരാതികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീപ്പായിട്ടൊന്ന് പരിശോധിക്കാം. തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ അട്ടിമറി നടന്നിട്ടുണ്ട്. സുരേഷ് ഗോപി ജയിക്കാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. ഇത് വോട്ടേഴ്സ് ലിസ്റ്റിൽ തിരിമറികൾ നടത്തിയിട്ടുണ്ടെന്നാണ് ഇവിടെ സുനിൽകുമാരും പറയുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് ഡബ്ലിംഗ്, അതായത് ഒരാൾ തന്നെ 2 സ്റ്റേറ്റിലൊക്കെ പോയി വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ 2 ബൂത്തുകളിൽ പോയിട്ട് വോട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം മരിച്ചുപോയവരുടെ വോട്ട് രേഖപ്പെടുത്തുക. അപ്പം അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള 2 ആരോപണങ്ങൾ പേരെടുത്ത് തന്നെ ഇലക്ഷൻ കമ്മീഷൻ പൊളിച്ചടുക്കി കൊടുത്തിട്ടുണ്ട്. പേരെടുത്ത് പറഞ്ഞു തന്നെ 2 എണ്ണത്തിനെയും പൊളിച്ചടുക്കി കൊടുക്കുക. ഇത് ഈ സ്റ്റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും നമുക്കത് ഇപ്പം അദ്ദേഹം പറഞ്ഞ വാദം ശരിയല്ല. കാരണം 2 വോട്ടുണ്ടെന്ന് പറഞ്ഞ വ്യക്തിക്ക് അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ വ്യക്തി കർണാടകയിൽ മാത്രമേ വോട്ടുള്ളൂ. അപ്പോൾ UP-യിൽ ഇയാൾക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ UP-യിൽ ഉള്ളവിടുന്ന് ഇവിടെ ഒന്നും വോട്ടൊന്നുമില്ല, ചുമ്മാ അനാവശ്യം പറഞ്ഞ് നടക്കില്ലെന്ന് പറഞ്ഞ് അവിടുന്ന് കുറേ ട്വീറ്റും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പം എങ്കിലും എന്തായാലും
വോട്ടേഴ്സ് ലിസ്റ്റിലെ ക്രമക്കേടെന്ന് പറയുന്നത് നിലവിലുള്ളതാണ് ഒന്നാണ് സുനിലേട്ടൻ, ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നാണ് സുനിലേട്ടൻ പറയുന്നത്. അത് സുനിലേട്ടൻ പറയുന്നത് ശരിയാണ് അല്ലേ? ശരി തന്നെയാണ്. കാരണം വോട്ടേഴ്സ് ലിസ്റ്റിലെ ക്രമക്കേട് എന്ന് പറയുന്നത് ശരിക്കുള്ളതാണ്. മരിച്ചു പോയവർ വോട്ട് ചെയ്യുന്ന പ്രതിഭാസം നമ്മളെ കേരളത്തിൽ കാലങ്ങളായിട്ട് നമുക്കറിയാവുന്ന കാര്യമല്ലേ, കണ്ടുവരുന്നതല്ലേ നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ രാഹുൽ ഗാന്ധി മറ്റേ ഈ ബോംബ് പൊട്ടിച്ചപ്പോൾ നമ്മളിങ്ങനെ മിണ്ടാതിരുന്നത്. അപ്പം ഇങ്ങനെ നിനക്കെന്താ ഞെട്ടല്ലാത്ത എന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും ഞെട്ടാൻ നമുക്കെന്താ പ്രാന്തുണ്ടെന്ന് ചോദിക്കൂലേ, എനിക്കെന്താ വട്ടുണ്ടോന്ന് ചോദിക്കും. ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാന്ന് പറയില്ലേ. അപ്പോൾ ഇയാള് സ്ഥിരം നമുക്കറിയാം. ഇപ്പോഴാണ് ഇതൊന്നും നോക്കിയത്. ഇതൊക്കെ ജനങ്ങൾ ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊന്നും പുള്ളിക്ക് അറിയില്ല. പുള്ളി ഇപ്പോഴാണ് പഠിച്ചു തുടങ്ങിയത് 55-ാം വയസ്സിൽ. അപ്പൊ എന്തായാലും ഞാനൊക്കെ ചിന്തിക്കാറുണ്ട്. എൻ്റെ അച്ഛൻ മരിച്ചത് 93-ലാണ്. അപ്പൊ എൻ്റെ അച്ഛൻ ഇപ്പോഴും വരാറുണ്ടോ വോട്ടിങ് ചെയ്യാനായിട്ടേ? സാധാരണ മരിച്ചുപോയവരൊക്കെ വിസിറ്റ് ചെയ്യുന്ന പ്രത്യേകിച്ച് നാളുകളുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ കർക്കിടക ബലിയുടെ അല്ലെങ്കിൽ മാവേലി വരുന്നത് ഓണത്തിനാണെന്നൊക്കെ പറയുന്ന പോലെ. അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് എൻ്റെ അച്ഛൻ ഇലക്ഷനിൽ ഈ വോട്ടിംഗ് ചെയ്യാൻ വേണ്ടി വരാറുണ്ടോ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അച്ഛനല്ല, അച്ഛൻ ഐഡിക്കാർഡിൽ ആരെങ്കിലും വരാറുണ്ടോ എന്നുള്ളത്. അപ്പം കാരണം നമുക്ക് പറയാൻ പറ്റില്ല, ഇത് കേരളത്തിൽ സംഭവിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ സ്ഥിരം സംഗതിയാണ്. അതുകൊണ്ട് ആണ് പറഞ്ഞത്. കാരണം മാധ്യമപ്രവർത്തകർക്കും കേരളത്തിൽ നോർമലി ഇവിടെ ഈ ഒരു എന്താ പറയുക ഒരു ബൂത്ത് തരത്തിലൊക്കെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാർക്കൊക്കെ ഇതൊന്നും ഒരു വലിയ സംഗതിയല്ല. കേരളത്തിലെ മാധ്യമങ്ങൾ എന്നിട്ട് ഇതൊന്നും വലിയ സംഗതി ആക്കിക്കൊണ്ട് നടക്കുകയാണ്. അവിടെ നിൽക്കട്ടെ, അവിടെ നമുക്കതല്ല വിഷയം, രാഹുലല്ല വിഷയം. അപ്പം സുനിലേട്ടൻ സ്പെസിഫിക് ആയിട്ട് സുരേഷ് ഗോപി ജയിച്ചതിനെ വോട്ടർ പട്ടികയിൽ ഇങ്ങനെ ഒരു തിരുമൽ നിർത്തി എന്ന് പറയുമ്പോൾ അവിടെ അദ്ദേഹം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. അതായത് അന്യ സംസ്ഥാനക്കാരെ അതുപോലെ തന്നെ മറ്റ് മണ്ഡലങ്ങളിൽ നിന്നുള്ളവരെയൊക്കെ തൃശ്ശൂർ കൊണ്ടുവന്നിട്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചെയ്യിപ്പിച്ചു, അവരുടെ വോട്ടർ. അപ്പം അവരെയൊക്കെ വോട്ടർ പട്ടികയിൽ ചേർത്തു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കേരളം ഭരിക്കുന്നത് BJP അല്ല, അത് ഇദ്ദേഹം ഓർക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ. എന്തായാലും അപ്പോൾ അവർ ഓൾറെഡി ഇദ്ദേഹം പറയാത്ത അവർ ഓൾറെഡി വോട്ടർ പട്ടികയിൽ ഉള്ളവരാണോ അതോ അതേക്കുറിച്ച് അതിനെപ്പറ്റി അതില്ലാത്തത് ആഡ് ചെയ്തതാണോ അതിനെപ്പറ്റിയൊന്നും ഇദ്ദേഹം പറയുന്നില്ല. അപ്പോൾ ഡബ്ലിംഗ് ആണോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചതിൻ്റെ ഇത്. അതായത് ഇപ്പോൾ ഈ വോട്ടർ പട്ടികയിലുള്ളവരെ തന്നെ അങ്ങോട്ട് മാറ്റി ഡബ്ലിംഗ് ചെയ്യുമല്ലോ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമല്ലോ, അതാണോ എന്ത്? ഇവരൊക്കെ ഇവിടെ വന്നു, ഈ എങ്ങനെയാണ് ഇവർക്ക് വോട്ടർ പട്ടികയിൽ ഇടം കിട്ടിയെന്ന് ഉള്ള ചോദ്യങ്ങൾ ഇനി ബാക്കി നിൽക്കുകയാണ്. ഈ ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് ചോദ്യങ്ങൾ തീർച്ചയായിട്ടും വരും. അവരുടെ പേരിലൊരു പോസ്റ്റൽ ഒരു രജിസ്റ്ററോ മറ്റെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരായിരിക്കും അവരുടെ അഡ്രസ്സ് ഉണ്ടായിരിക്കും ഒരു പോസ്റ്റിൽ. ഇപ്പം അവരത് കൈപ്പറ്റുകയാണെങ്കിൽ ആ അഡ്രസ്സിൽ താമസം ഡിക്ലെയർ ചെയ്ത് അവർക്ക് വോട്ടർ പട്ടികയിൽ ഇടം നേടാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുരേഷ് ഗോപിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ നിയമം എന്ന രീതിയിലാണ് ഇദ്ദേഹം പറയുന്നത്. അത് നിലവിലുള്ള ഒരു നിയമമാണ്. അതായത് ഇപ്പം ചേച്ചി തന്നെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മുടെ നേറ്റീവ് അവിടെ പോയി വോട്ട് ചെയ്യാൻ നമുക്ക് ആ ഒരു ഇലക്ഷൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ഇവർ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാർ നമ്മൾ വിളിക്കാറുണ്ട്. നമ്പർ കണ്ടെത്തി നമ്മളെ വിളിക്കും. നിങ്ങൾ ഇവിടെയാണോ അവിടെയാണോ ഇവിടെയാണ് നിങ്ങൾക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും. പിന്നെ അവരൊരു സ്ലിപ്പൊക്കെ തരാറില്ലേ വീടുകളിൽ കൊണ്ടുവന്ന് എല്ലാ പാർട്ടിക്കാരും സ്ലിപ്പ് തരും. എല്ലാവരുടെ സ്ലിപ്പും നമുക്ക് കാണും. അപ്പോൾ അത്തരത്തിൽ ബൂത്ത് തല ഏജന്റുമാരൊക്കെ അവിടെ ഇപ്പോൾ ഒരു വോട്ടെടുക്കേണ്ട സമയമാകുമ്പോൾ തന്നെ അവർ ഈ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അപ്പോൾ ഇങ്ങനെ ഈ അട്ടിമറി സാധ്യമാവുന്നു എന്നുള്ളതാണ് ചോദ്യം. തൃശ്ശൂരിൽ ഇങ്ങനെ ആളുകളെ കൊണ്ടുവന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ ഒറ്റയടിക്ക് ഒരു ഇതുകൊണ്ട് ഈ പറയുന്ന സുരേഷ് ഗോപി ജയിപ്പിക്കാൻ വേണ്ടി കയറ്റിയെങ്കിൽ അത് ആരറിയാതെ നടക്കില്ല. മുഖ്യമന്ത്രി അറിയാതെ നടക്കുമെന്ന് തോന്നുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ആവശ്യമായിരുന്നു സുരേഷ് ഗോപി ഇവിടെ ജയിക്കേണ്ടതെന്നാണ് അദ്ദേഹം മനസ്സിലാക്കേണ്ടത്. കാരണം മുഖ്യമന്ത്രി ഇവിടെ മകളെ സംരക്ഷിക്കാൻ മറ്റ് മാർഗങ്ങളില്ലായിരുന്നു. സുരേഷ് ഗോപി ഇവിടെ MP ആവുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. അത് മാത്രമല്ല CPI കാരനായിട്ടുള്ള സുനിൽകുമാറിനെ അവിടെ കൊണ്ട് പോസ്റ്റ് ചെയ്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയുക്ത സഹാവായിട്ട് അവിടെ നിന്ന് സുരേഷ് ഗോപിക്കെതിരെ മത്സരിക്കുകയും ചെയ്തു. CPI ആയതുകൊണ്ട് പിന്നെ പരാതി ഒന്നും പറയില്ലല്ലോ തോറ്റാലും. അതുകൊണ്ടാണ് അവിടെ കൊണ്ടുവച്ചത്. കോൺഗ്രസ് അതുപോലെ പണി കാണിച്ചു. പക്ഷെ ആ ഒരു വിഷയത്തിൽ CPIക്ക് എതിർപ്പുണ്ട്. പക്ഷെ എതിർപ്പുണ്ടെങ്കിലും കാരണം ഈ പൂരം കലക്കൽ വിഷയമൊക്കെ അതുമായി ബന്ധപ്പെട്ട് നടന്നതാണ്. അപ്പോൾ അതിൽ തിരിച്ചു തന്നെ പറയുന്നുണ്ട് CPI അതിലിപ്പോഴും സ്റ്റേണാണ് CPI പറയുന്നത്. കാരണം അവർക്ക് ആ സീറ്റ് വിട്ടുകൊടുക്കാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഇവിടെ ആ ഒരു CPIനെ മറിച്ചിട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ ഒരു പരിപാടി ആ ഒരു ഡീലിലേക്ക് പോയതെന്ന് വേണമെങ്കിൽ പറയാം. CPM നാളെ കിട്ടില്ല. ഇല്ല. അപ്പൊ പിന്നെ CPI അങ്ങനെയാണ് അദ്ദേഹം മനസ്സിലാവുന്നുണ്ടായിരിക്കും, അംഗീകരിക്കാത്തതായിരിക്കും. കോൺഗ്രസ് ഇങ്ങനൊരു പരിപാടി കാണിച്ചു. വടകരയിൽ സുഖമായിട്ട് ജയിക്കേണ്ട മുരളീധരനെ പെങ്ങൾ BJP പോയതൊക്കെ ഉള്ള കലിപ്പാണോ എന്താണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും കൊണ്ട് അവിടെ ഇട്ട് അയാളെയും വലിയാക്കി. നമുക്ക് സുരേഷ് ഗോപി എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചതെന്നുള്ളത്. അതെന്തുകൊണ്ടാണ് അദ്ദേഹം ആദ്യത്തെ 2 ഇലക്ഷനിലൊക്കെ തോറ്റെങ്കിലും
അദ്ദേഹത്തിന് രാജ്യസഭ MP പദവി കൊടുത്തു. അദ്ദേഹം ആ പദവി വെച്ച് അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനിയാണ് അട്ടിമറിയിലേക്ക് വരേണ്ടത്. കാരണം സുനിലേട്ടൻ പറയുന്ന അട്ടിമറി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അട്ടിമറി നടന്നിട്ടുണ്ടെന്ന്. അതെന്താണ്? ജനങ്ങളുടെ മനസ്സിലാണ് അട്ടിമറി നടന്നത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ പബ്ലിക് ഒപ്പീനിയൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഈ യൂട്യൂബിലൊക്കെ ഉണ്ടായിരിക്കും പബ്ലിക് ഒപ്പീനിയൻ തൃശ്ശൂർ ആ ഇലക്ഷൻ്റെ സമയത്തുള്ള. അപ്പോൾ അതിലെ ഒരു ചേട്ടൻ, തൃശ്ശൂർ മാർക്കറ്റിലുള്ള ഒരു ചേട്ടൻ പറയുന്നു, ഈ സുനിലിനെ ജയിപ്പിച്ചിട്ട് എന്തിനാ ഹിന്ദി അറിഞ്ഞൂടാ, ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, അവിടെ പോയിട്ട് എന്തോന്ന് ചെയ്യാൻ എന്ന് വെച്ചാൽ സമയം സുരേഷ് ഗോപി ഭരിക്കുന്ന പാർട്ടിയുടെ ആളാണ്. നമുക്ക് വേണ്ടി MP ആയിരുന്നപ്പോൾ തന്നെ ഇവിടെ ബാത്റൂം കെട്ടിത്തന്നു മാർക്കറ്റിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് എന്നൊക്കെ ഈ പബ്ലിക് ഒപ്പീനിയൻ പറയുന്നുണ്ട്. സുനിൽ കർഷക മന്ത്രി ആയിട്ടിരുന്നിട്ട് പോലും ഈ ഇദ്ദേഹം എന്താണ് കർഷകർക്ക് വേണ്ടി ചെയ്തത് ഇവിടുത്തെ എന്ന് ചോദിക്കുന്നുണ്ട്. ആളുകളൊന്നും ചോദിക്കുന്നത്, ഞാനല്ല കേട്ടോ, ആളുകൾ ചോദിക്കുന്നതാണ്. പിന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്ത് സുരേഷ് ഗോപി വന്നിരുന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കുറച്ചധികം കാര്യങ്ങളുണ്ട്. റാമ്പ് അതറിയായിരിക്കുമല്ലോ ചേച്ചി. അപ്പോൾ അതായത് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്ത് അത് കോർപ്പറേഷൻ അനുവദിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നതാണ് ഒരു 7 feet ഒരു ഹൈറ്റിലൊരു റണ്ണിങ് റാമ്പ് പൂര ആസ്വാദകർക്ക് വേണ്ടി, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അങ്ങനെ ഉള്ള ഒരു ചെറിയ എലിവേറ്ററൊക്കെ വെച്ച് അവരെ ആ റാമ്പിലേക്ക് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു 2nd ഫ്ലോറിലേക്കുള്ള അവിടെ കടകളിൽ മറ്റ് വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി അത്തരത്തിലുള്ളതും ട്രാൻസാക്ഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആക്സസ് മെത്തേഡും ട്രാൻസാക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്സസ് മെത്തേഡും ഇതിനിടയിൽ എന്താണ് വെയിൽ കൊള്ളാതെ ആർക്കെങ്കിലും ഒന്ന് ഒരു ഫുട്പാത്തിലേക്ക് കയറി നിൽക്കുന്നതിന് വേണ്ടി ഒരു ഷെൽട്ടറും ഒക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ കിട്ടുന്നതിനെ പറ്റി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു കോർപ്പറേഷൻ എന്താണ് തീരുമാനിക്കുന്നതെന്ന് പറയട്ടെ, ലോക്കൽ ബോഡി സെൽഫ് ഗവൺമെൻറ് മുന്നോട്ട് പെർമിഷനായിട്ട് വരികയാണെങ്കിൽ അതിന് തീരുമാനിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഓയിൽ കമ്പനീസ് ഇതെന്താണ് മെഗാ പ്രോജക്റ്റുകൾ അത്തരത്തിലെ ഒരു കാര്യം അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സെൻട്രൽ ഫോറൻസിക് റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂരിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 12 ഏക്കർ സ്ഥലം സ്റ്റേറ്റ് ഗവൺമെൻറ് തരണം, എവിടെ തരുമെന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ് പറയണം, എങ്കിൽ ചിങ്ങമാസത്തിൽ തറക്കല്ലിടാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സുനിൽകുമാറിന് പറയാൻ പറ്റിയിട്ടുണ്ടോ? അതൊന്നും പറയില്ലല്ലോ. പറയാൻ പറ്റിയിട്ടില്ല. അത് മാത്രമല്ല, ഈ CPM മന്ത്രിമാരോട് പൊതുവായിട്ടൊരു അവഗണനയുണ്ട്. CPM അവരുടെ LDF മന്ത്രിസഭയിലുണ്ട്. അവർക്ക് ആവശ്യമായതൊന്നും വകയിരുത്തി കൊടുക്കുന്നു പോലുമില്ല. എന്നിട്ട് പൊതുവായിട്ട് തെറി പറയിപ്പിക്കുന്ന ഒരു രീതി കൂടി കണ്ടുവരുന്നുണ്ട്. പക്ഷെ പോകെ പോകെ ആ സീറ്റ് കൂടി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, മേ ബി അതായിരിക്കാം.